നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കൊച്ചിയിലെ CBI കോടതി ശിക്ഷ വിധിച്ച ദിവസമാണിന്ന്. ഏറെ വൈകാരികമായ കാഴ്ചകളായിരുന്നു പെരിയയിലും കൊച്ചിയിലെ CBI കോടതി പരിസരത്തും ഇന്ന് കണ്ടത്. ഏറെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 10 പ്രതികൾക്കാണ് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കേസിലെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10ഉം 15ഉം പ്രതികൾക്ക്, അങ്ങനെ 10 പ്രതികൾക്കാണ് CBI കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ മറ്റ് 4 പ്രതികൾക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ. ഇതിൽ കൂടുതലുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് ഹാങ്ങിങ് മാത്രമേ ഉള്ളൂ. അത് റയറസ്റ്റ് ഓഫ് റയർ കേസിൻ്റെ പെർവ്യൂവിൽ വന്നാൽ, അതിൻ്റെ ഇതിൽ വന്നാൽ മാത്രമേ ഉള്ളൂ. ഈ കേസ് റയറസ്റ്റ് ഓഫ് റയർ കേസ് എന്നുള്ളൊരു വാദം ആദ്യം മുതൽ പ്രോസിക്യൂഷൻ ഇല്ലായിരുന്നു. അത് സുപ്രീം കോടതി 2 കേസ് മച്ചി സിംഗും ബച്ചൻ സിംഗ് എന്ന് പറഞ്ഞ 2 കേസിലായിട്ട് റയറസ്റ്റ് ഓഫ് റയർ കേസ് എന്താണെന്നുള്ളത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ പെർവ്യൂവിൽ എന്തുവന്നാലും വരുന്നില്ല. അതുകൊണ്ടാണ് ലൈഫ് ഇംപ്രിസൺമെന്റിനേക്കാളും പിന്നെ അടുത്ത പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് തന്നെയാണ്. അപ്പോൾ സ്വാഗതം ചെയ്യുന്നു. ഇത് തന്നെയാണ് ഏറ്റവും മാക്സിമം പണിഷ്മെന്റ് കിട്ടാൻ പറ്റുന്നത്. അല്ലെ, കുടുംബം പറയുന്നത് പ്രോസിക്യൂഷന് ഇതിനകത്തൊരു വീഴ്ച പറ്റി, അല്ലെങ്കിൽ കൃത്യമായിട്ട് വാദങ്ങൾ ധരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ കുടുംബത്തിനുണ്ടോ? ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. വളരെ മനപ്രയാസപ്പെട്ടാണ് പറയുന്നത്. വധശിക്ഷ ആയില്ലല്ലോ, ഞങ്ങൾ അതാണ് പ്രതീക്ഷിച്ചത് എന്ന് പറയുന്നത്. അത് പബ്ലിക്കിന്, അതിലെ ജനങ്ങൾക്ക് അറിയത്തില്ല. അവർ വൈകാരികമായി പ്രതികരിക്കുന്നതാണ്. നമുക്ക് വൈകാരികമല്ല, നമ്മൾ പ്രൊഫഷണൽസാണ്. അപ്പോൾ ഞങ്ങൾക്ക് നിയമം എന്ത് പറയുന്നു അത് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. നിയമം പറയുന്നത് ഇത് റയറസ്റ്റ് ഓഫ് റയർ കേസിൻ്റെ പെർവിൽ വരുന്നില്ല. കോടതി എല്ലാം കൺസിഡർ ചെയ്തിട്ടില്ല. വധശിക്ഷ എന്നുള്ളത് എൻ്റെ കണക്കൂട്ടലില്ല. വധശിക്ഷയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ വന്നിട്ടില്ല. പ്രോസിക്യൂഷൻ അങ്ങനെ കാണുന്നില്ല. അതെ, തീർച്ചയായിട്ടും വധശിക്ഷയ്ക്കുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഇതിൽ വന്ന റയറസ്റ്റ് ഓഫ് റയർ കേസ് ആയിട്ട് വന്നിട്ടില്ല. റയറസ്റ്റ് ഓഫ് റയർ കേസ് ആണെങ്കിൽ മാത്രമേ വധശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനിയും അപ്പീലും ആയിട്ട് പോകുമെന്ന് കോൺഗ്രസും കുടുംബവും പറയുന്നതിൽ അതിലൊരു നിയമപരമായിട്ടുള്ള സാധ്യത? അപ്പീൽ കൊടുക്കാം. വിട്ടവർക്കെതിരെ അപ്പീൽ കൊടുക്കാം. ശിക്ഷിച്ചവർക്കെതിരെയുള്ള അപ്പീലിന് സ്കോപ്പ് കാണുന്നില്ല. പിന്നെ അപ്പീൽ കൊടുത്താൽ ഓക്കെ, പക്ഷേ അതിലെ റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പീലിൽ ശിക്ഷിച്ചവർക്കെതിരെ പണിഷ്മെൻറ്റ് എൻഹാൻസ് ചെയ്യാം എന്ന് പറയാം. എന്ന് വെച്ചാൽ ഗവൺമെൻറ് റെമിഷൻ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ കോടതിക്ക് ഒരു അധികാരമുണ്ട്. ഈ റെമിഷൻ, അതായത് പ്രോസിക്യൂഷൻ തന്നെ പറയുന്നത് ഈ ശിക്ഷയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് പോകാനുള്ള ആ ഒരു പ്രതീക്ഷ പ്രോസിക്യൂഷനില്ല. അല്ല, ഇത് ഇതിനേക്കാൾ കൂടുതൽ എന്നാ പറ്റുന്നത്? ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലേ? ഹാങ്ങിങ്ങിനുള്ളതില്ല, അതിനുള്ള വന്നിട്ടില്ല. അപ്പൊ അപ്പീൽ കൊടുക്കുന്നത് ഈ 10 പേരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ ആ സാധ്യത മാത്രമാണ് നിയമപരമായിട്ട് പ്രോസിക്യൂഷൻ കാണുന്നത്. നിയമപരം അതിന് മാത്രമേ സ്കോപ്പുള്ളൂ. വിധിയെ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വാഗതം ചെയ്തപ്പോൾ അപ്പീൽ നൽകുമെന്നാണ്, ഈ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ വിധിക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അപ് ടു 3 years ആണെങ്കിൽ ഇവിടുന്ന് തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു. 5 വർഷമായതുകൊണ്ട് അപ്പീൽ സമർപ്പിച്ച ശേഷം സെന്റൻസ് സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങുന്നതാണ്. വൈകാതെ നടപടിയിലേക്ക് പോകും. അവരെല്ലാം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് അയക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അങ്ങനെ എല്ലാവരെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ്. വിധിപ്പകർപ്പ് കിട്ടിയാലുടൻ നടപടികൾ. നേരത്തെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. ഏറെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. വിധിയിൽ തൃപ്തിയില്ല, അപ്പീൽ പോകും. അതായത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പ്രതികൾക്കും വധശിക്ഷ നൽകണം എന്നാണ് കുടുംബാംഗങ്ങൾ, ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങൾ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏറെ വൈകാരികമായിട്ടുള്ള പ്രതികരണമായിരുന്നു. നമുക്കറിയാം, 2019 ഫെബ്രുവരി 17 കേരളത്തെ നടുക്കിയ ക്രൂരമായ നിഷ്ഠൂരമായ ഇരട്ടക്കൊലപാതകം നടന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കാസർകോട്ടെ പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ക്രൂരമായി
വെട്ടിക്കൊലപ്പെടുത്തി എന്നായിരുന്നു കേസ്. ആദ്യം പോലീസ് അന്വേഷിച്ച കേസ്, പിന്നീട് ക്രൈംബ്രാഞ്ച് വന്നു. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പ്രതികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. തങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്ന് ഉറപ്പുവന്നതിന്റെ അടിസ്ഥാനത്തിൽ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വരെയും പോരാട്ടം നടത്തി കോടികൾ ചെലവഴിച്ചു. പക്ഷേ ആ കോടതിയിൽ നിന്നും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. സുപ്രീം കോടതിയും സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ തള്ളുന്നു. അതിനുശേഷമാണ് CBIക്ക് അന്വേഷണം വിടുന്നത്. CBI നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ 14 പ്രതികൾ, 10 പ്രതികളെ കൂടി CBI കൂടുതലായി കണ്ടെത്തുന്നു. അങ്ങനെ 24 പ്രതികൾക്കെതിരെ കുറ്റപത്രം 2021 അവസാനം ഡിസംബറിൽ 24 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നു. ഈ കഴിഞ്ഞ 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് 2023 ആദ്യമാണ് വിചാരണ ആരംഭിക്കുന്നത്. അങ്ങനെ 20 മാസം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് ഇക്കഴിഞ്ഞ ഡിസംബർ 28-ാം തീയതി കൊച്ചിയിലെ CBI കോടതി വിധി പറഞ്ഞത്. 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുന്നു. മറ്റ് 10 പ്രതികളെ വെറുതെ വിടുന്നു. അതിനുശേഷമാണ് ഇന്ന് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രധാനപ്പെട്ടൊരു തെളിവാണ്, നിർണായകമായിട്ടുള്ള തെളിവാണ്. ഈ വാഹനത്തിലായിരുന്നു പ്രതികൾ ആയുധം കൊണ്ടുവന്നത്. ഈ വാഹനം കോടതിക്ക് CBI കോടതിക്ക് മുൻപാകെയുണ്ട്. നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ കേസിലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുകൾ ഒന്നായിരുന്നു ഈ വാഹനം. ഇത് പിടിച്ചെടുക്കുന്നു. കാരണം ഈ വാഹനത്തിലാണ് ഈ ആയുധം കൊണ്ടുവന്നത് എന്ന് കൃത്യമായി തന്നെ പോലീസിന് CBIക്കും കണ്ടെത്താൻ കഴിയുന്നു. അങ്ങനെയാണ് ഈ തെളിവായി കേസിലെ പ്രധാനപ്പെട്ട തെളിവുകൾ ഒന്നായിരുന്നു ഈ വാഹനം. കോടതിക്ക് മുൻപാകെ തന്നെ കൊച്ചിയിലെ CBI കോടതിക്ക് മുൻപാകെ തന്നെയുണ്ട്. നമുക്കിപ്പോൾ നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട്. നവമി, കേരളത്തെ പിടിച്ചുകുലുക്കിയ TP ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷം കേരളത്തെ പിടിച്ചുകുലുക്കിയ രാഷ്ട്രീയ കൊലപാതകം, ഏറ്റവും ക്രൂരമായി നടന്ന ഒരു രാഷ്ട്രീയ വേട്ട, അതിനുള്ള മുന്നറിയിപ്പാണ്, അതിനുള്ള താക്കീതാണ്. അതായത് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കൊരു താക്കീതാണ് ഈ ഇരട്ട കൊലപാതക കേസിലെ വിധി. 14 പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരുന്നു. അത് 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. പക്ഷെ അതിനുശേഷം ഈ പ്രോസിക്യൂഷൻ നടത്തിയ പ്രതികരണം വിധിയിൽ സ്വാഗതം ചെയ്യുന്നു, തൃപ്തിയുണ്ടെന്ന് പറയുന്നു. പക്ഷെ കുടുംബാംഗങ്ങളും കോൺഗ്രസും അതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കും, തൃപ്തിയില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത്. ഇത്തരം കേസുകളിൽ ഇത് അപൂർവമായ കേസായി കാണാൻ കഴിയില്ല. പക്ഷെ സമാനതകളില്ലാത്ത കേസായിരുന്നു. എന്താണ് ഈ ശിക്ഷാവിധിയുടെ ഉള്ളടക്കം, വിധിപ്പകർപ്പ് വന്നിട്ടുള്ള അതിന്റെ വിശദാംശങ്ങൾ? ടോം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോസിക്യൂഷൻ പറയുന്നതിനോടൊപ്പം തന്നെ പ്രതിഭാഗവും ഇതിലൊരു അപ്പീലുമായി പോകാനാണ് സാധ്യത. അങ്ങനെ തന്നെയാണ് അഭിഭാഷകൻ പറയുന്നത് ഇതിന്റെ ഒരു കേസ് വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം എന്തായാലും അപ്പീൽ നൽകും, ഈ പ്രതികളുടെ ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട് അപ്പീൽ നൽകുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഇപ്പോൾ നമുക്ക് വിധിപ്പകർപ്പ് ലഭ്യമായിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും പ്രധാനം മുൻ MLA കൂടിയായിട്ടുള്ള KV കുഞ്ഞിരാമന്റെ വിധി, അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിൽ ഒരു മാധ്യമപ്രവർത്തകന്റെ സാക്ഷിമൊഴിയാണ് ഏറ്റവും നിർണായകമായത്. ഒപ്പം ഇവരടക്കം 4 പേരെയാണ് കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത്. ഇത് ഒരു മാധ്യമപ്രവർത്തകന്റെ സാക്ഷിമൊഴിയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. ദീപിക മാധ്യമപ്രവർത്തകൻ മാധവന്റെ മൊഴിയാണ് നിർണായകമായത്. അതായത് ഈ പ്രതിയെ രണ്ടാം പ്രതിയെ സജീനെ ഈ പോലീസ് ജീപ്പിൽ നിന്നും പിടിച്ചിറക്കിക്കൊണ്ടുവരികയായിരുന്നു KV കുഞ്ഞിരാമനും ഒപ്പമുണ്ടായിരുന്ന മറ്റു 4 പേരും. ഈ ഇറക്കുന്നത് ഈ മാധവനാണ്, ഈ മാധ്യമപ്രവർത്തകനായിട്ടുള്ള മാധവനാണ് ഫോട്ടോ എടുക്കുകയും പിന്നീട് ഇത് പോലീസിന് കൃത്യമായി പറയുകയും വിചാരണ വേളയിലൊക്കെ മൊഴിയൊന്നും മാറ്റാതെ കൃത്യമായി ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ KV കുഞ്ഞിരാമന്റെ എതിരായിട്ടുള്ള ഈ ഒരു കുറ്റം അത് തെളിയിക്കപ്പെടുന്നതും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. മറ്റൊന്ന്, നമുക്ക് ഈ വിധിപ്പകർപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വന്നാൽ, അക്രമ രാഷ്ട്രീയം മൂലം 2 യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസായാണ് കോടതി ഈ പെരിയ കേസിനെ കാണുന്നത്. ശാസ്ത്രീയമായ തെളിവുകൾ നിർണായകമായി. KV കുഞ്ഞിരാമൻ അടക്കം 4 CPM നേതാക്കൾക്ക് കുരുക്ക് മുറുക്കിയത് മാധ്യമപ്രവർത്തകന്റെ മൊഴിയാണ്. ഒപ്പം 10 പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിഞ്ഞു. പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീത
അതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചു എന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ പ്രോസിക്യൂഷൻ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. CBI പിന്നീട് പ്രതികളെ ചേർക്കുന്ന സാഹചര്യമുണ്ടായി. വിചാരണയിലുടനീളം തന്നെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ഉറച്ചു പറയുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. ഇത് തെളിയിക്കാനും കഴിഞ്ഞു. ഇതിൽ 10 പ്രതികളെ ഇപ്പോൾ കുറ്റവിമുക്തരാക്കിയ നടപടിക്കെതിരെയും ഒപ്പം തന്നെ ആ നടപടിക്കെതിരെ കുടുംബം അപ്പീലിന് പോകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ ശിക്ഷ വന്നതിന് ശേഷമായിരിക്കും കൂടുതൽ നടപടിയെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നത് വധശിക്ഷ തന്നെയാണ്. ഈ കേസ് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയുണ്ട്. പക്ഷേ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയ കാര്യമുണ്ട് എങ്ങനെയാണ് ഈ ശിക്ഷ നടപ്പാക്കുകയെന്ന്. ഈ കൊലപാതക കേസിൽ കൊലപാതക കുറ്റത്തിനാണ് 1 ജീവപര്യന്തം, മറ്റൊന്ന് ഗൂഢാലോചനയ്ക്ക്. ഇത് രണ്ടും ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്ന് പറയുന്നു. മാത്രമല്ല നിലവിൽ അവർ അനുഭവിച്ച ഈ ശിക്ഷാ കാലയളവ് അതുകൂടി പരിഗണിക്കും. ഇതുകൊണ്ട് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ലേ ഈ കുടുംബം പറയുന്നത് ഈ വിധിയിൽ തൃപ്തിയില്ല. ഇതെങ്ങനെ ഈ വിധി നടപ്പാക്കുമെന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ടോം, അത് തന്നെയാണ് കുടുംബം പറയുന്നത്. അതായത് ഇരട്ട ജീവപര്യന്തമാണെന്ന് പറയുമെങ്കിൽ പോലും ഒരു 2 പ്രധാനപ്പെട്ട, ഒന്ന് കൊലക്കുറ്റം തെളിഞ്ഞു, മറ്റൊന്ന് ഗൂഢാലോചന. കൊലക്കുറ്റത്തിൽ ജീവപര്യന്തം, ഗൂഢാലോചനയിൽ ജീവപര്യന്തം, അങ്ങനെയാണ് ഇരട്ട ജീവപര്യന്തം. പക്ഷെ അത് ഒന്നിച്ചനുഭവിച്ചാൽ മതിയാവും. നമുക്കറിയാം ഒരു മനുഷ്യന് ഒരു ജീവനേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. അത് ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. അതായത് ഈ കോടതിയിൽ തന്നെ ഇരട്ട ജീവപര്യന്തം എന്നുള്ള ഒരു രീതിയെ എടുത്തു മാറ്റി എന്നൊക്കെ പരാമർശം വരുന്നുണ്ട്. അത്തരത്തിലാണെങ്കിൽ ഒരുമിച്ച് ഈ ശിക്ഷ അനുഭവിച്ചാൽ മതി. അതിലും ഇപ്പോൾ ഈ വർഷം 6 വർഷമായി ജയിലിൽ കഴിയുന്നവരുണ്ട്. അതും കൂടി കുറച്ചതിന് ശേഷമായിരിക്കും. അതിനിടയ്ക്ക് തന്നെ ഇവർക്ക് പരോൾ ലഭിക്കാം. സർക്കാരിന്റേതാണ് ആ ഒരു തീരുമാനം. സർക്കാർ പരോൾ നൽകിയെന്ന് വരാം. ആ ഒരു ഘട്ടത്തിലാണ് കുടുംബം പറയുന്നത് വധശിക്ഷ തന്നെ വേണം, ഈ ഇരട്ട ജീവപര്യന്തം. അല്ലെങ്കിൽ നമുക്കറിയാം ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടീസുനിക്ക് പരോൾ നൽകിയ നടപടി, ഇതുപോലെ ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാലും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഒരു സംസ്ഥാനത്തുള്ളതെങ്കിൽ സാധാരണഗതിയിൽ പരോൾ നൽകാറുണ്ട്. അതല്ലെങ്കിൽ ഈ വിധിയിൽ ഇളവ് ശിക്ഷയിൽ ഇളവ് നൽകാറുണ്ട്. അത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിനു മുൻപും ഈ കേരളത്തിൽ കണ്ടിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഈ കുടുംബവും കോൺഗ്രസും അതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ഈ ശിക്ഷയിൽ ഇത് ഇരട്ട ജീവപര്യന്തമാണ്, അതിൽ 1 ജീവപര്യന്തം മാത്രം, അതായത് രണ്ടും ഒന്നിച്ചനുഭവിച്ചാൽ മതിയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ പോലും അവിടെ ഈ വിധിയിലൊരു ആശങ്ക നിലനിൽക്കുന്നില്ല. എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ ഈ വിധിയുമായി ബന്ധപ്പെട്ട് ചില ആശങ്ക പ്രകടിപ്പിച്ചു കൂടി ഉണ്ടല്ലോ. തീർച്ചയായും ടോം, ആ ഒരു ആദ്യം ഇരട്ട ജീവപര്യന്തം എന്ന് കോടതി പറഞ്ഞു എങ്കിൽ പോലും വിധിപ്പകർപ്പ് വരുന്ന സമയത്താണ് നമുക്ക് ഇത് എന്താണ് ഇരട്ട ജീവപര്യന്തം, അതെങ്ങനെയാണ് ഇവർ അനുഭവിക്കേണ്ടത്, ഇത്തരത്തിലുള്ളത് കൂടുതൽ വ്യക്തത വരുന്നുള്ളൂ. അതിൽ കൃത്യമായി പറയുന്നുണ്ട് 1 മുതൽ 8 വരെയുള്ള പ്രതികളും അതോടൊപ്പം തന്നെ മറ്റു 2 പ്രതികളും ഇവര് 10 പേർ ഇരട്ട ജീവപര്യന്തം. പക്ഷെ അവർ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. അതിൽ ഇത്രയും നാളും അവർ കിടന്ന അതും കൂടി ഒഴിവാക്കപ്പെടും. പിന്നീട് പരോൾ ലഭിക്കുകയാണെങ്കിൽ അക്കാര്യത്തിലും ഇളവ് ലഭിക്കും. അതുകൊണ്ടാണ് കുടുംബം പറയുന്നത് വധശിക്ഷ തന്നെ നൽകണം. ഈ ശിക്ഷാവിധിയിൽ അവർക്ക് ഒട്ടും തൃപ്തരല്ല. അവർക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. ഇനിയിപ്പോൾ മേൽക്കോടതിയെ ആ ഒരു സാധ്യതയും നമ്മൾ തള്ളിക്കളയാൻ കഴിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കും. എന്തായാലും പ്രോസിക്യൂഷൻ പ്രതിഭാഗം അപ്പീൽ നൽകും. ആ സമയത്ത് ഹൈക്കോടതിക്ക് ചിലപ്പോൾ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ശിക്ഷ തന്നെ ഇളവ് കൊടുക്കാം, അല്ലെങ്കിൽ അതിൽ വെട്ടിക്കുറയ്ക്കാം, ജീവപര്യന്തം എന്നുള്ളത് കുറച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി തന്നെയാണ് കുടുംബം പറയുന്നത്. അപ്പീലുമായി അവരും പോകും. ഇതിലൊരു കൃത്യമായിട്ട് ഈ ഇരട്ട ജീവപര്യന്തം അല്ല, അവർക്ക് വധശിക്ഷ തന്നെ നൽകണം, എന്നാലേ ഞങ്ങൾക്ക് കുടുംബത്തിനും ഒപ്പം ഇവരുടെ ആത്മാക്കൾക്കും ശാന്തി കിട്ടൂ എന്നുള്ളൊരു കാര്യം കൂടി കുടുംബം പറയുന്നത്. തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബത്തിന്റെ വൈകാരികമായിട്ടുള്ള പ്രതികരണമായിരുന്നു. നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറും ന്യൂസ് 8നോട് പ്രതികരിച്ചപ്പോഴും പറഞ്ഞ കാര്യം ഇതാണ്. കുടുംബം അത്തരം വൈകാരികമായിട്ടുള്ള പ്രതികരണം നടത്തും. പക്ഷേ ഈ കേസിൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കാൻ കഴിയാത്തൊരു കേസാണ്. അതുകൊണ്ട് കിട്ടിയിരിക്കുന്നത്, നിലവിൽ ലഭിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട പരമാവധി ശിക്ഷ തന്നെയാണ്. അതാണ് ഇരട്ട ജീവപര്യന്തം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് CPM-നെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി വലിയൊരു തിരിച്ചടി കിട്ടിയ ഒരു കേസാണ്. നമുക്കറിയാം ഇതുപോലെ ഈ ഒരു ഇരട്ട കൊലപാതകത്തിൽ CPM നേതാക്കളുടെ പങ്ക് വളരെ വ്യക്തമായിരുന്നു. 10 പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കിയെങ്കിൽ പോലും നിലവിൽ ശിക്ഷിക്കപ്പെട്ട 14 പ്രതികളിൽ 6 പേർ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ CPM
ഇതിന് മറുപടി പറയേണ്ടി വരും. മാത്രമല്ല സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ സഹായിക്കാൻ വേണ്ടി പല ഇടപെടൽ നടത്തി, കോടികൾ ചെലവഴിച്ച് 1 കോടിയിലധികം രൂപ സുപ്രീം കോടതി വരെയും CBI അന്വേഷണം അനുവദിക്കാതിരിക്കാൻ വേണ്ടി, CBI അന്വേഷണം ആവശ്യം തള്ളാൻ വേണ്ടി പല രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയതാണ് സംസ്ഥാന സർക്കാർ. അതിനുവേണ്ടി ഖജനാവിൽ നിന്നും പണം ചെലവഴിച്ചതാണ്. ആ പണം തിരികെ ഖജനാവിൽ തന്നെ സർക്കാർ ഖജനാവിൽ തന്നെ നൽകണം എന്ന ആവശ്യം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. CPM-ന് രാഷ്ട്രീയപരമായി നേരിട്ട ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണ് പെരിയ കേസിലെ കോടതി വിധിയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിധിക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ എതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വിധിയാണ് ഇന്ന് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ട നിമിഷം. ഈ വിധിയിലൂടെ വ്യക്തമായിരിക്കുകയാണ് അവർ കൊലപാതകികളാണെന്ന്. ആ കൊലപാതകർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച തുക തിരിച്ചടക്കാൻ തയ്യാറാകണം. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് എന്ന് അവർ ഒരിക്കൽ കൂടി കമ്മ്യൂണിസം മാറ്റി ക്രിമിനലിസത്തിലേക്ക് അവർ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാത്ത കൊലക്കേസിൽ പാർട്ടിയുടെ മുൻ MLA ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ബോധ്യമായിരിക്കും. ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ കുടുംബവുമായിട്ട് ആലോചിച്ച് ഇതിനകത്ത് ബാക്കിയുള്ള അപ്പീൽ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായും പാർട്ടി എല്ലാ സഹായവും ചെയ്യും, എല്ലാ പിന്തുണയും ആ കുടുംബത്തിന് കൊടുക്കും. കുടുംബത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തീരുമാനം തീർച്ചയായും ഞങ്ങൾ പാർട്ടി എടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ പ്രതികളെ ശിക്ഷാവിധിക്ക് ശേഷം പ്രതികളെ കോടതിയിൽ നിന്നും പുറത്തിറക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ പ്രതികളെ ശിക്ഷാവിധിക്ക് ശേഷം പ്രതികളെ കോടതിയിൽ നിന്നും പുറത്തിറക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ്. അത് കോടതി പറഞ്ഞതല്ലേ ശരി? അല്ല, അത് കോടതി പറഞ്ഞതാണല്ലോ ശരി. അതിനെക്കുറിച്ച് മറിച്ചൊന്നും നമുക്ക് പറയാനില്ല. നമ്മൾ പറഞ്ഞാൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അതിന്റെ പേരിലാണ്, അതുകൊണ്ട് ഒരു മാത്രമേ ഉള്ളൂ. വേറെ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് അവരെ പാർട്ടി തള്ളി പറയുന്നില്ല, അവർക്ക് പിന്തുണ തന്നെയാണ് ഈ പ്രവൃത്തിയിലൂടെ ബോധ്യപ്പെടുന്നത് വന്നതിന്റെ പേരിലോ? അതുകൊള്ള അവരെ സംബന്ധിച്ച് കോടതി ഇനിയും കോടതി ഉണ്ടല്ലോ. അപ്പൊ ആ കോടതികളെല്ലാം നിശ്ചയിക്കട്ടെ. അതുവരത്തേക്ക് നമ്മൾ പ്രഖ്യാപിച്ചിട്ട് എന്നാണ് നമ്മുടെ കോടതി പറഞ്ഞേണ്ടത്. അപ്പൊ അത് പാർട്ടി വിശ്വാസമല്ല പ്രശ്നം. ഇന്ത്യൻ പീനൽ കോഡും പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷയാണെന്നുള്ളത് അവരത് കാണാൻ വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് ഞാൻ കോടതി വരേണ്ട ആവശ്യമില്ല. കുപ്പായി നമ്മൾ നേരത്തെ മാറ്റി വെച്ചതാണല്ലോ. അത് അവിടുത്തെ പാർട്ടി നിശ്ചയിക്കും. സ്വാഭാവികമായിട്ടും പ്രതികൾ അപ്പീൽ കൊടുക്കുമല്ലോ. പാർട്ടിയുടെ പിന്തുണ അപ്പോൾ ഇവർക്ക് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അല്ല, അത് പിന്നെ സംശയിക്കാത്ത പാർട്ടിയിലുള്ള ആൾക്കാരില്ല, നേതാക്കന്മാരില്ല വരുന്നത്. അതിലും നമ്മൾ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അതിന്റെ പേരിൽ സ്വാഭാവികമായിട്ട് അവർ കാണുന്നു. അക്രമ രാഷ്ട്രീയത്തെ CPM തള്ളി പറയുന്നു. അതിന് നമുക്ക് വേറെ പ്രശ്നം നടത്താം. ഇപ്പോൾ CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനനാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് ഈ പാർട്ടി ഈ പ്രതികൾക്കൊപ്പമാണ്. കാരണം ഒരു CPM-ന്റെ നേതാക്കളാണ്, CPM-ന്റെ പ്രതിനിധികളാണ്. അതുകൊണ്ട് തന്നെ അവരെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, CPM ഈ അക്രമ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുകയാണോ എന്ന രീതി ചോദിച്ചപ്പോൾ അത് പിന്നീട് പ്രതികരിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമുക്കറിയാം, അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ CBI കോടതിയിൽ നിന്നും പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരും. CPM-ന്റെ കണ്ണൂരിൽ നിന്നുള്ള പ്രതിനിധികളും കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളും എറണാകുളം ജില്ലയിലെ CPM നേതാക്കളും ഇപ്പോൾ കോടതിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് കോടതിയിൽ നിന്നും പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേതാക്കൾ അവരെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. മാത്രമല്ല, കോടതിയെ, മേൽക്കോടതിയെ സമീപിക്കും. ഇതിനെതിരെ, ഈ വിധിക്കെതിരെ അപ്പീൽ നൽകും. CBI കോടതി അന്തിമ വിധി അല്ലല്ലോ, അതുകൊണ്ട് തന്നെ അപ്പീൽ നൽകും. ഇതിന് പങ്കില്ല, പാർട്ടിക്ക് പങ്കില്ല എന്ന് തന്നെയാണ് CPM നേതാക്കളുടെ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉദുമയിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്, കാസർഗോഡ് നിന്നുള്ള CPM-ന്റെ പ്രതിനിധികളടക്കം ഇവിടെ സ്ഥലത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ ഈ പ്രതികളെ കോടതിയിൽ നിന്നും
പുറത്തിറക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നവമി, ഇപ്പോൾ CPM നേതാക്കൾ ഇതിനെ ന്യായീകരിക്കുന്നുണ്ട്, മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇത് CPMന്റെ തന്നെ നേതാക്കളാണ്, ഞങ്ങൾ അവരെ തള്ളി പറയുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ഇവരുടെ ഈ പ്രതികളെ എവിടേക്കാണ് ഇനി കൊണ്ടുപോകുന്നത്? മറ്റു നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ടോം, ഈ ഇവരുടെ നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ആശ്ചര്യമൊന്നും തോന്നേണ്ടതില്ല. കാരണം ഇത് CBI അന്വേഷണത്തിനെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് വരെ പോയതാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. ആ ഒരു ഘട്ടത്തിൽ അപ്പോഴും ഇവർ ഈ ഇരകൾക്കൊപ്പമാണെന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഈ ശിക്ഷ, ഇവർ കുറ്റക്കാരാണെന്ന് ശിക്ഷ പറയുന്ന സമയത്ത് പോലും ഈ MP ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായ പ്രതികരണമൊക്കെ നമ്മളെ അതിശയിപ്പിച്ച ഒരു ഘട്ടത്തിൽ കൂടിയാണ്. എന്തായാലും ഇതിൽ ഇപ്പോൾ ഈ നേതാക്കന്മാരുടെ പ്രതികരണം അതെന്തായാലും അപ്പീൽ പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതിഭാഗവും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അതേസമയം തന്നെയാണ് മരിച്ച കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബവും അപ്പീൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് വധശിക്ഷ എന്ന് തന്നെ, വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും തന്നെ അവർ പ്രതീക്ഷിച്ചില്ല. ഈ ഒരു ഇരട്ട ജീവപര്യന്തം എന്ന് പറയുമ്പോൾ കൂടിയും അവർക്ക് വലിയ രീതിയിലുള്ളൊരു നിരാശയുണ്ട്. അതുകൊണ്ടാണ് പാർട്ടിയോടൊക്കെ ആലോചിച്ച ശേഷം, കോൺഗ്രസിനോടൊക്കെ ആലോചിച്ച ശേഷം അവർ അപ്പീൽ പോകുമെന്ന് തന്നെയാണ് അവരും ഉറച്ചു പറയുന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ 10 പ്രതികളെയും പുറത്തേക്ക് ഇറക്കും. അവരെ ഇപ്പോൾ കണ്ണൂരിലേക്കാണ്, നേരെ കണ്ണൂരിലേക്ക് ഈ 14 പ്രതികളെയും കണ്ണൂരിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെയാണ് 14 പേരും ഇനി ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ഈ KV കുഞ്ഞിരാമൻ ജാമ്യത്തിലായിരുന്നു. ജാമ്യം കിട്ടി നിൽക്കുമ്പോഴാണ് ഈ വിചാരണയും അതിന് പിന്നാലെ ഇപ്പോൾ ശിക്ഷാവിധിയും പ്രഖ്യാപിക്കുന്നത്. എന്തായാലും ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. KV കുഞ്ഞിരാമനും ജയിലിൽ പോകേണ്ട അവസ്ഥയാണ്. KV കുഞ്ഞിരാമൻ അടക്കം 4 CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇപ്പോൾ ജയിലിലേക്കും കണ്ണൂരിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPMനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി മറുപടി പറയേണ്ട ഒരു സാഹചര്യം കൂടി ഈ കേസിലുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസ്, ഷുഹൈബ് വധക്കേസ് ഉൾപ്പെടെയുള്ള കേസുകളിലും CPM നേതാക്കളുടെ പങ്കായിരുന്നു നേരത്തെ പുറത്തു വന്നത്. അതിനെ പാർട്ടിക്ക് ന്യായീകരിക്കാൻ കഴിയുമെങ്കിൽ പോലും രാഷ്ട്രീയപരമായി ഇതിന് മറുപടി പറയേണ്ടി വരും. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് കനത്ത രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടായതുകൂടിയാണ് ഈ പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ. കാരണം കേരളത്തിലെ 19 സീറ്റിലും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അത് കോൺഗ്രസ് ഈ കാസർഗോഡ്, കണ്ണൂർ, വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കിയിരുന്നു. മാത്രമല്ല ഡീൻ കുര്യാക്കോസ് അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഇത് വലിയ രാഷ്ട്രീയ പ്രചാരണത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇത് രാഷ്ട്രീയ പ്രചാരണമായി ഏറ്റെടുക്കുകയും CPMനെതിരെ വലിയ രീതിയിൽ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം പോലും ഉണ്ടായി. കാരണം പാർട്ടി അധികാരത്തിലിരിക്കുന്ന സമയത്തായിരുന്നു ഇത്തരമൊരു രാഷ്ട്രീയ കൊലപാതകം. കാരണം കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വന്നൊരു സാഹചര്യത്തിൽ തൊട്ട് സമീപത്തുള്ള കാസർഗോഡ് ജില്ലയിൽ ഇരട്ട കൊലപാതകം നടക്കുന്നു. അതും 2 ചെറുപ്പക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ 2 നേതാക്കളെ, പ്രവർത്തകരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. മാത്രമല്ല ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം കൂടി ശ്രദ്ധേയമായിരുന്നു. കോടതി എന്തുകൊണ്ടാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി പരിഗണിക്കാതിരുന്നത്, ഇതിന് വധശിക്ഷ തന്നെ നൽകേണ്ടിയിരുന്നതായിരുന്നു എന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ, അതായത് കുടുംബത്തിനൊപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെയും പ്രതികരണം ഇങ്ങനെയായിരുന്നു. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ എറണാകുളം DCC ഓഫീസിലെത്തും. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബാംഗങ്ങളും DCC ഓഫീസിലുണ്ട്. അവരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇനി മേൽക്കോടതിയെ സമീപിക്കണോ, ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്പീൽ നൽകണോ? കാരണം 10 പ്രതികളെ വെറുതെ വിട്ടൊരു സാഹചര്യമുണ്ട്. അതിനെതിരെ അപ്പീൽ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ കേസിൽ ഇന്ന് CBI കോടതി വിധി പറഞ്ഞതുമായി ബന്ധപ്പെട്ട കേസിൽ അപ്പീൽ നൽകണമോ കാര്യത്തിലൊക്കെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനം ഏറെ നിർണായകമാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം.